എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സീരീസ് ഓഫ് ടീച്ചിങ്ങിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് പെൻഡക്കോസ്റ്റൽ ന്യൂജൻ സഭകളിൽ വളരെ ആശയക്കുഴപ്പങ്ങളുള്ളതും തെറ്റായി വ്യാഖ്യാനിക്കുന്നതുമായ ചില വിഷയങ്ങളാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം, മനഃപൂർവ്വ പാപം, ഒരുവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാത്ത പാപം എന്ന 3 വിഷയങ്ങൾ കഴിഞ്ഞ 3 വീഡിയോകളിൽ നാം ചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കണ്ടാട്ടെ. ഈ വീഡിയോയിൽ നാം പറയാൻ വേണ്ടി പോകുന്നത് മരണത്തിനുള്ള പാപം എന്ന വിഷയമാണ്. ദ സിൻ വിച്ച് ലീഡ്സ് ടു ഡെത്ത്. യോഹന്നാൻ അപ്പോസ്തലൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. അതായത് ഒരുവനെ മരണത്തിങ്കിലേക്ക് നയിക്കുന്ന പാപത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്താണ് മരണത്തിനുള്ള പാപം? ആ ചിന്തിക്കും മുമ്പേ മരണം എന്നതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കണം. എനിക്ക് മരണമില്ല എന്ന പേരിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായി അത് കണ്ടാട്ടെ. അത് കാണുമ്പോൾ മരണത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും. മരണത്തിൻ്റെ 1-ാമത്തെ അർത്ഥം ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത് എന്നാണ്. എന്താ അർത്ഥം? ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥ. പിതാവാം ദൈവത്തിങ്കിൽ നിന്ന് വേർപെട്ടു പോവുക, ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ആത്മീയ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ മരണം ക്രമേണ ശാരീരിക മരണത്തിലേക്ക് നയിക്കും. എന്താ ശാരീരിക മരണം? മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനാണ് ശാരീരിക മരണം. 3-ാമത് നിത്യമരണം അല്ലെങ്കിൽ 2-ാം മരണം. എന്താ നിത്യമരണം? നിത്യമായി ദൈവത്തിങ്കിൽ നിന്നും അകന്ന്, ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാൻ കഴിയാതെ, ദൈവസാന്നിധ്യം അല്പം പോലും ഇല്ലാത്ത നരകത്തിൽ നിത്യമായി ജീവിക്കുക, അതാണ് നിത്യമരണം. അപ്പോൾ ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമരണം അല്ലെങ്കിൽ 2-ാം മരണം. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന മരണം എന്താണ്? ആത്മീയ മരണമാണോ, ശാരീരിക മരണമാണോ, നിത്യമരണമാണോ? അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഈ വിഷയം വളരെ ലളിതമായി ഗ്രഹിക്കുവാൻ കഴിയും. മരണത്തിനുള്ള പാപം അത് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ മറ്റ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനൊരു പദം വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റെങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമല്ല, മനഃപൂർവ്വ പാപമല്ല, ഒരുവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാത്ത പാപം എന്ന വിഷയമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ മരണത്തിനുള്ള പാപം എന്ന വിഷയമാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ ഈ ലേഖനം ഒന്ന് വ്യക്തമായി മനസ്സിരുത്തി വായിച്ചാൽ മാത്രം മതി. ഈ ലേഖനത്തിൽ പ്രധാനമായും 3 പ്രതിപാദ്യ വിഷയങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ജഡത്തിൽ വന്ന ക്രിസ്തുവാണ്, അല്ലെങ്കിൽ യേശു ജഡത്തിൽ വന്ന ക്രിസ്തുവാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. 2-ാമത്തെ വിഷയം, ദൈവത്തിൽ നിന്നും വീണ്ടും ജനിച്ചവൻ
തൻ്റെ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹോദരനെ സ്നേഹിക്കണം. ആ സഹോദരനെ സ്നേഹിക്കുന്നവൻ്റെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തെ വിഷയം, ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവൻ ദൈവത്തിൽ നിന്നും ജനിച്ച മറ്റൊരുവനെ, അതായത് തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ സഹോദരനെ സ്നേഹിക്കാത്തവൻ്റെ ഗുണവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 വിഷയങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. സഹോദരനെ സ്നേഹിക്കാത്തവൻ്റെ ഗുണവിശേഷങ്ങൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് മരണത്തിനുള്ള പാപമെന്ന് നമുക്ക് വളരെ ഈസി ഗ്രഹിക്കാൻ പറ്റും. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ കള്ളനാകുന്നു എന്നാണ്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ സഹോദരനെ പകയ്ക്കുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ അവൻ ഇരുട്ടിൽ ഇരിക്കുന്നു, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണു കുരുടാക്കുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ്റെ 6 വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവൻ കള്ളൻ, ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ടിലിരിക്കുന്നു, അവൻ്റെ കണ്ണു കുരുടായിരിക്കുന്നു, അവൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ഇനി 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 10-ഉം 11-ഉം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരനെ സ്നേഹിക്കാത്തവൻ പിശാചിൻ്റെ മകനാണ്, അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇനി അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവസാന ഭാഗം, സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നിങ്ങൾ അത് കേൾക്കണം. സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അടുത്ത വാക്യത്തിൽ 15-ൽ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. അതേ വാക്യത്തിൽ നിത്യജീവൻ അവൻ്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. ഇപ്പോൾ ഏകദേശം 11 സവിശേഷ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു സഹോദരനെ സ്നേഹിക്കാത്തവൻ്റെ അഥവാ സഹോദരനെ പകയ്ക്കുന്നവനെ കുറിച്ച്. അതിൽ അവസാനം പറഞ്ഞ 3 പദങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കൊലപാതകനാണ്, അവൻ്റെ അകത്ത് നിത്യജീവനില്ല. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരണം. അതിൻ്റെ 8-ാം വാക്യം എത്തുമ്പോൾ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇന്നുവരെയും സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ വാക്യം 17-ൽ ന്യായവിധി ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധി നിൽപ്പാൻ അവന് ധൈര്യമുണ്ടാകത്തില്ല. ഇനി വാക്യം 20-ൽ സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാകുന്നു. 14 സവിശേഷ സ്വഭാവങ്ങൾ സഹോദരനെ പകയ്ക്കുന്നവനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കും. ഇനി 15-ാം വാക്യം, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേട്ട് അതിന് മറുപടി തരും, അത് നമുക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് 16-ാം വാക്യത്തിൽ സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല.
നിങ്ങളിതൊന്ന് ഈ വാക്കുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ് ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള കാര്യം? അത് ചെയ്തിട്ട് എന്തു ചോദിച്ചാലും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമാകണമെങ്കിൽ 3-ാം അധ്യായം 22-23 വാക്യം കേൾക്കണം. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്തു ചോദിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. വളരെ വലിയൊരു വാക്തത്വമാണിത്. അതായത് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു ചോദിച്ചാലും ലഭിക്കും. ഇനി എന്താ ഈ കൽപ്പന? എന്താ അവൻ്റെ ഇഷ്ടം? വാക്യം 23. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അപ്പം എന്താ ദൈവത്തിൻ്റെ കൽപ്പന? എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം? നാം എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. 2, അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. ഈ 2 കൽപ്പനയും പൂർത്തീകരിച്ചിട്ട് നാം ദൈവത്തോട് എന്തു ചോദിച്ചാലും നമുക്കത് ലഭ്യമാണ്. ദൈവത്തിന് അതിന് നോ പറയാൻ കഴിയത്തില്ല. ഇത്രയും നിങ്ങൾ ഗ്രഹിച്ചിട്ട് വേണം 5-ാം അധ്യായത്തിൻ്റെ 14-15 വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാൻ. അവൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും ലഭിക്കും. എന്തു അവൻ്റെ ഇഷ്ടം? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. 2, അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹോദരനെ സ്നേഹിക്കണമെന്നാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉപദേശം. അങ്ങനെ സഹോദരനെ സ്നേഹിക്കാത്തവൻ, സഹോദരനുമായി കയ്പിൽ, ഭിന്നതയിൽ, മത്സരത്തിൽ തുടരുന്നവൻ, അവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ കണ്ടു. അവൻ മരണത്തിൽ വസിക്കുകയാണ്. അവൻ കൊലപാതകനാണ്. അവൻ്റെ അകത്ത് നിത്യജീവൻ വസിച്ചിരിപ്പില്ല. എന്താ ഈ മരണത്തിനുള്ള പാപം? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരിക്കും. നിങ്ങൾ ഈ ലേഖനം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. കാര്യം വളരെ വ്യക്തമാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, അവൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്. അവൻ മരണത്തിൽ വസിക്കുകയാണ്. അത് സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണമാണ്. അവൻ്റെ അകത്ത് നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അർത്ഥം അവൻ്റെ ദൈവജീവൻ അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് അവൻ്റെ ആത്മാവിൽ വന്ന് അവൻ്റെ ആത്മാവിന് ദൈവജീവൻ കൊടുത്ത് അവൻ്റെ ആത്മാവിൽ വാസം ആരംഭിച്ചു. ആത്മാവിൽ അധിവസിക്കുന്ന ദൈവജീവൻ, നിത്യജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ വികാരങ്ങളിലേക്ക്, അവൻ്റെ ബുദ്ധിയിലേക്ക്, മനസ്സിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് അവൻ ആത്മാവിനെ അനുഭവിക്കുന്നത്, ജീവൻ അനുഭവിക്കുന്നത്, ആത്മസന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നില്ലെങ്കിൽ അവന് ജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. അവന് ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരാൻ കഴിയത്തില്ല. അവൻ മരണത്തിൽ വസിക്കുകയാണ്. അതിൻ്റെ പേരാണ് ആത്മീയ മരണം. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിൽ വന്നെങ്കിലും അവൻ വചനം ലംഘിച്ചതുകൊണ്ട് പാപം നിമിത്തം അവൻ്റെ അകത്ത് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവജീവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പേരാണ് ആത്മീയ മരണം. അതിനകത്ത് തുടരുന്നവൻ, ബന്ധത്തെ ശരിയാക്കാത്തവൻ, കയ്പിലും ഭിന്നതയിലും തുടരുന്നവൻ, അവനു വേണ്ടി ആരെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഇത് തെളിയിക്കുവാൻ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും നിരവധി വാക്യങ്ങളുണ്ട്.
ശത്രുവിനെ സ്നേഹിക്കാത്തവന്, സഹോദരനോട് ക്ഷമിക്കാത്തവന് ദൈവം ക്ഷമിക്കത്തില്ലെന്നും ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്നും എത്ര വചനങ്ങളുണ്ട്. അവനിപ്പോൾ ആത്മീയ മരണത്തില. ഈ വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. സഹോദരനോട് നിരക്കാത്തവന്, ക്ഷമിക്കാത്തവന് അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അവനു വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാലും ദൈവം ആ പ്രാർത്ഥന കേൾക്കത്തില്ല. കാര്യം ആ കയ്പ്, വെറുപ്പ്, ക്ഷമിക്കാൻ കഴിയാത്തത് അവനെ മരണത്തിങ്കിലേക്ക് നയിക്കുകയാണ്. ഓൾറെഡി അവൻ മരണത്തിലാണ്. അത് സ്പിരിച്വൽ ഡെത്താണ്. ദൈവജീവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഇന്ന് ദൈവസഭയിൽ ബഹുഭൂരിപക്ഷ വിശ്വാസികളും സ്പിരിച്വൽ ഡെത്തിലാണ്, ആത്മീയ മരണത്തിലാണ്, മരണത്തിൽ വസിക്കുകയാണ്. അതവനെ പ്രീമച്വർ ഡെത്തിലേക്ക് നയിക്കും. ദീർഘായുസ് എത്തും മുമ്പുള്ള മരണത്തിങ്കിലേക്ക് അവനെ ഈ പാപം നയിക്കും. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. മരണത്തിനുള്ള പാപം അത് ഒന്ന് ആത്മീയ മരണമാണ്, രണ്ട് പ്രീമച്വർ ഡെത്താണ്. ദൈവം അവന് കൽപ്പിച്ചിരിക്കുന്ന ആയുസ് പൂർത്തി ആകും മുമ്പ് അവൻ ഈ ഭൂമിയിൽ മരിക്കും. അത് ശാരീരിക മരണമാണ്. ഇതിനെക്കുറിച്ച് തന്നെയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ കർത്തൃമേശയിലെ അയോഗ്യതകളെക്കുറിച്ചും അവിടുത്തെ പോരായ്മകളെക്കുറിച്ചും പറയുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം അധ്യായം നിങ്ങൾ 17-ാം വാക്യം തുടങ്ങി വായിച്ചു വന്നാൽ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങൾ സഭ കൂടി വരുമ്പോൾ ഭിന്നതയുണ്ട്. വളരെ വ്യക്തമായി പറയുന്നു, കർത്തൃമേശയിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി ഭിന്നതയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹമില്ല. അങ്ങനെ സ്നേഹമില്ലാതെ, ഐക്യതയില്ലാതെ, കയ്പിലും ഭിന്നതയിലും കർത്താവിൻ്റെ മേശ കൂടി വരുന്നത് അത് ശിക്ഷാവധിക്ക് കാരണമായി തീരും. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നിമിത്തം. ഈ ശിക്ഷാവധി എന്താണ്? ഇത് നിമിത്തം. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അയോഗ്യമായ രീതിയിൽ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, കയ്പിൽ, ഭിന്നതയിൽ, വെറുപ്പിൽ, സ്നേഹമില്ലായ്മയിൽ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്താൽ അത് ഒന്നാമത് അവനെ ബലഹീനനാക്കും. എന്താ ബലഹീനത? ശാരീരിക ബലഹീനതയല്ല, ആത്മീയ ബലഹീനതയാ. എന്താ ആത്മീയ ബലഹീനത? ആത്മീയ മരണമാണ്. എന്താ അർത്ഥം? അവൻ്റെ അകത്തുള്ള ആത്മാവിനെ അനുഭവിക്കാൻ കഴിയത്തില്ല, ആത്മനിറവുണ്ടാകത്തില്ല, ദൈവജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. അവൻ്റെ പ്രാണനിൽ ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥ, സ്പിരിച്വൽ ഡെത്ത്. ആ ആത്മീയ ബലഹീനതയിൽ, ആത്മീയ മരണത്തിൽ മുന്നോട്ട് തുടർന്നാൽ, സഹോദരനുമായി നിരപ്പാകാതെ, ക്ഷമിക്കാതെ, ഇതേ പാപത്തിൽ മുന്നോട്ട് തുടർന്നാൽ, വീണ്ടും കർത്തൃമേശയിൽ പങ്കെടുത്താൽ അവന് ശാരീരിക രോഗം വരും. ആ രോഗത്തിൽ അവൻ തുടർന്നിട്ട് ആത്മീയമായി ബലഹീനനായി, അവൻ ശാരീരിക രോഗമുണ്ടായി, എന്നിട്ടും ഈ പാപത്തിൽ, ഭിന്നതയിലും കയ്പിലും തുടർന്നാൽ അവൻ വളരെ വേഗത്തിൽ മരിക്കും, നിദ്ര കൊള്ളും. എന്താ? ശാരീരിക മരണമാണ്. അപ്പം കർത്താവിൻ്റെ മേശയിൽ പലതരത്തിലുള്ള അയോഗ്യതകളുണ്ട്. അത് പ്രധാനപ്പെട്ട അയോഗ്യത 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാം വാക്യത്തിൽ അക്കമിട്ട് പറയുന്നു. ഒന്നാമത്, ഫസ്റ്റ് ഓഫ് ഓൾ, സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. അത് അക്കമിട്ട് പറയുകയാണ്. അങ്ങനെ കയ്പിലും ഭിന്നതയിലും വന്ന് കർത്താവിൻ്റെ മേശയിൽ ഭക്ഷിച്ചാൽ അവൻ ശിക്ഷാവിധി തിന്നുന്നു, ശിക്ഷാവിധി കുടിക്കുന്നു. അത് ആത്മീയ ബലഹീനത, ആത്മീയ മരണം. 2 ശാരീരിക രോഗം. 3 പ്രീമച്വർ ഡെത്ത്. ദീർഘായുസെത്തും മുമ്പ് അവൻ മരിക്കുകയാണ്. ഇനി മരണത്തിനുള്ള പാപം എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മരണം എന്താണ്? അത് 1 ആത്മീയ മരണവും, 2 ദീർഘായുസെത്തും മുമ്പുള്ള ശാരീരിക മരണം, പ്രീ മെച്വർ ഡെത്താണ്. എന്താണ് അവിടുത്തെ പാപം? സഹോദരനെ സ്നേഹിക്കാത്തതാണ്. ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയത്തോടുകൂടി
പകയിലും കയ്പിലും ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവൻ ആത്മീയ മരണത്തിലും തുടർന്ന് ശാരീരിക മരണത്തിനും പ്രീ മെച്ചർ ഡെത്തിനും ഏൽപ്പിക്കപ്പെടുന്നു.